ഇത് ഉറൂസിന് ആനൻ്റെ അമ്പാരും കൊണ്ടിട്ട് പോകുന്നത്. വലിയ വലിയ ഡീജകളും വലിയ വലിയ ഒരു ടാബ്ലോകൾ ഉണ്ടാക്കിക്കൊണ്ട് റാലി നടത്തുന്നു. മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പേരിൽ നടത്തുന്നത് മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ വേറെ വിഷയം. അത് കണ്ടിട്ടാണ് ചില ഈ സുന്നത്ത് ജമാഅത്തിന്റെ സുന്നികളായ ഉലമാക്കളെ ചോദ്യം ചെയ്യുന്നു. ഇതാണോ നിങ്ങളെ ദീൻ? അള്ളാന്റെ ഔലിയാക്കന്മാർ ഇങ്ങനെയാ? നിങ്ങളെ ഉറുസ് അങ്ങനെയല്ലേ? നിങ്ങൾക്ക് എന്ത് ബായി ബന്ധാത്തെ? നിങ്ങൾ ഈ പൈസ തിന്നിട്ടല്ലേ ജീവിക്കുന്ന? പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്നാണ് ആക്ഷേപിക്കുന്നത്. എന്നാ ഒരു കാര്യം മനസ്സിലാക്കണം, ഉറൂസിന്റെ പേരിൽ എന്തെങ്കിലും തെറ്റുകൾ വേണ്ടാത്തരങ്ങൾ നടക്കുന്നുവെങ്കിൽ അത് നിർത്തണം. രോഗം വന്നാൽ രോഗിക്ക് ചികിത്സിക്കണമെന്നാണ് റസൂൽ പഠിപ്പിച്ചത്, ഇസ്ലാം പഠിപ്പിച്ചത്. അതിന് നിർത്താനുള്ള വഴികളെ കണ്ടെത്തണം. ആരോ ചെയ്തതിന് എവിടെയോ ചെയ്തെന്ന് മീലാദിൻ്റെ പേരിലൊക്കെ നടക്കുന്നുണ്ട്. ഉത്തര കർണാടക ഭാഗത്തൊക്കെ മീലാദ് റാലി എന്ന് പറയും. അള്ളാഹിൻ്റെ മുത്തു റസൂലിൻ്റെ ജന്മദിനത്തിൻ്റെ ആ സുദിനത്തിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്തും നന്മകളും അവിടുത്തെ മധുഗീതങ്ങളും പാടുന്നതായ നന്മകളുണ്ട്. ആ നന്മകളോടൊപ്പം മറ്റു ചിലർ വിദ്യാഭ്യാസമില്ലാതെ ഇൽമില്ലാതെ അറിവില്ലാത്ത പലരും എന്തെല്ലോ കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നു. അതിൻ്റെ പേരിൽ സുന്നികളെ താറടിച്ച് കാണിക്കാൻ ചിലർ ഇവിടെ പ്രയത്നിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ പറയുന്നുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് ഉറൂസിന്റെ പേരിലായാലും ശരി, മീലാദിന്റെ പേരിലായാലും ശരി, ഇസ്ലാമിന് നിരക്കാത്ത വിരുദ്ധമായ പ്രവാചകനിക്ക് പഠിപ്പിക്കാത്ത എന്തെങ്കിലും വന്നാൽ അത്